അന്തർ സംസ്ഥാന പ്രൈവറ്റ് ബസ്സുകളുടെ സമരത്തിന് പിന്നാലെ കൂടുതൽ ബസ് ഇറക്കാൻ കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കേരളത്തിലേക്ക് കൂടുതൽ സർവീസ് നടത്തും. എല്ലാ ഡിപ്പോകൾക്കും കർണാടക RTC നിർദ്ദേശം നൽകി. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലെ നികുതി വർധനവിൽ പ്രതിഷേധിച്ചാണ് ബസ്സുകൾ സർവീസ് നടത്തിയത്. RB സനൂപ് വിവരങ്ങളുമായി ചേരുന്നു. സനൂപ്, എന്താണ് ഈ പണിമുടക്കിന് പിന്നിൽ? കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും സർവീസ് ഇന്ന് വൈകുന്നേരം 6 മുതൽ നടത്തില്ല എന്നാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും ഈ ലക്ഷറി ബസ് ഓണേഴ്സ് അസോസിയേഷനാണ് ഈ സമരത്തിന് പിന്നിൽ. അവർ പറയുന്ന പ്രകാരമാണെങ്കിൽ ഈ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എടുത്താണ് വാഹനങ്ങൾ ഓടുന്നത്. പക്ഷേ കർണാടകയിലും തമിഴ്നാട്ടിലും അന്യായമായിട്ട് പിഴ ചുമത്തുന്നു. അതേപോലെ ഈ ടൂറിസ്റ്റ് പെർമിറ്റ് എടുത്ത് നികുതി അടച്ച ശേഷമാണ് വാഹനം ഓടുന്നത്. പക്ഷേ കർണാടകയിലും തമിഴ്നാട്ടിലും പ്രത്യേകമായിട്ട് അവിടുത്തെ സർക്കാർ ഈ നികുതി വീണ്ടും ചുമത്തുന്നു, ബസ്സുകൾ പിടിച്ചെടുക്കുന്നു. അപ്പൊ ഇതിനെതിരെ ഇവിടുത്തെ സർക്കാർ, ഗതാഗത കമ്മീഷൻ എന്നിവർ ഇടപെടണം എന്നുള്ള ആവശ്യമാണ് ലക്ഷറി ബസ് ഓണേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് വെക്കുന്നത്. ഈ തരത്തിൽ ഒരു കാരണവശാലും ഈ പറയുന്ന 2 സംസ്ഥാനങ്ങളിലേക്കും വാഹനങ്ങൾ ഓടാൻ കഴിയില്ല എന്നുള്ള കാര്യം ഈ ടൂറിസ്റ്റ് ബസ്സുകൾ ഉടമകൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോ നടപടിയുമായിട്ട് കർണാടക RTCയും രംഗത്തിറങ്ങിയിട്ടുണ്ട്. കൂടുതൽ ബസ്സുകൾ കേരളത്തിലേക്ക് ഓടിക്കും എന്നാണ് കർണാടക RTC പറയുന്നത്. ഇതിനുവേണ്ടി ബസ്സുകൾ തയ്യാറാക്കാൻ വേണ്ടി ഡിപ്പോകൾക്ക് കർണാടക നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടില്ല. നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നതെന്നാണ് സംസ്ഥാനത്തിന്റെയും വിലയിരുത്തൽ. കാരണം ഈ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എടുത്തിട്ടുള്ളത് ടൂറിസ്റ്റുകാരെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. പക്ഷേ അവിടെ സ്റ്റേജ് കാരേജ് ആയിട്ട് ഈ വാഹനങ്ങൾ പ്രവർത്തിക്കുന്നു എന്നാണ് സംസ്ഥാന സർക്കാരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉടനടി ഈ വിഷയത്തിൽ ഇടപെടാൻ സംസ്ഥാനവും തീരുമാനിച്ചിട്ടില്ല. അജിംസ്, ശരി.